2014 ജൂലൈ 17 ആ നിർഭാഗ്യകരമായ ദിവസം ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് യുക്രൈനിന്റെ ആകാശത്ത് ഒരു അപ്രതീക്ഷിത സ്ഫോടനമുണ്ടാകുന്നു. ആംസ്റ്റർഡാമിൽ നിന്ന് കുലാലംപൂരിലേക്ക് പറന്ന മലേഷ്യ എയർലൈൻസ് ഫ്ലൈറ്റ് MH17 9M MRD ആയി രജിസ്റ്റർ ചെയ്ത ബോയിംഗ് 777 എന്ന വാണിജ്യ യാത്രാ വിമാനം കിഴക്കൻ യുക്രൈനിൽ തീഗോളമായി തകർന്നു വീണു. വ്യക്തമായി പറഞ്ഞാൽ റഷ്യൻ പിന്തുണയുള്ള വിഘടനവാദികളും സർക്കാർ സേനയും പോരാട്ടത്തിൽ ഏർപ്പെട്ടിരുന്ന കിഴക്കൻ യുക്രൈനിന് മുകളിലൂടെ വിമാനം സഞ്ചരിക്കവേ തകർന്നു വീണു. വിമാനത്തിലുണ്ടായിരുന്ന ഏകദേശം 17 രാജ്യങ്ങളിൽ നിന്നുള്ള 298 പേരും മരിച്ചു. 283 യാത്രക്കാരും 15 ക്രൂ അംഗങ്ങളും. 196 പേർ ഡച്ച് പൗരന്മാരും 43 മലേഷ്യക്കാരും 38 പേർ ഓസ്ട്രേലിയൻ പൗരന്മാരോ താമസക്കാരോ ആയിരുന്നു. മെൽബണിൽ നടക്കുന്ന എയ്ഡ്സ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്ന പ്രശസ്ത ഗവേഷകനായ ഡോക്ടർ ജോബ് ലാങ് എന്നയാളും ആ വിമാനത്തിലുണ്ടായിരുന്നു. വർഷങ്ങളോളം നീണ്ടുനിന്ന ഫോറൻസിക് അന്വേഷണങ്ങൾ, നിയമവിചാരണകൾ, അന്താരാഷ്ട്ര വിധികൾ. ഒടുവിൽ ഇവയെല്ലാം വിരൽ ചൂണ്ടിയത് റഷ്യൻ ഭരണകൂടത്തിലേക്കാണ്. റഷ്യ വിതരണം ചെയ്ത ബുക്ക് മിസൈൽ സംവിധാനമാണ് അപകടത്തിന് പിന്നിലെന്നാണ് നിഗമനം. മലേഷ്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് MH17 തകർന്നതിന് റഷ്യൻ ഭരണകൂടമാണ് ഉത്തരവാദിയെന്ന് യൂറോപ്യൻ കോർട്ട് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ECHR ജൂലൈ 10, 2025 ഒരു സുപ്രധാന വിധി പുറപ്പെടുവിച്ചു. 2014 ക്രിമിയ പിടിച്ചടക്കിയതിനു ശേഷമുള്ള വർഷങ്ങളിൽ റഷ്യ യുക്രൈനിലുടനീളം വ്യാപകവും ആസൂത്രിതവുമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയതായും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. യുക്രൈനിലെ റഷ്യയുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട 4 പ്രധാന കേസുകൾ സംയോജിപ്പിച്ച ECHR മൊത്തത്തിലെടുത്താൽ കോടതിക്ക് മുൻപാകെയുള്ള വലിയ തോതിലുള്ള തെളിവുകൾ യുക്രൈനിലുടനീളം വൻതോതിൽ റഷ്യൻ ഭരണകൂടത്തിന്റെ, വ്യക്തമായി പറഞ്ഞാൽ റഷ്യൻ സായുധ സേനകളും മറ്റധികാരികളും അധിനിവേശ ഭരണകൂടങ്ങളും വിഘടനവാദ സായുധ ഗ്രൂപ്പുകളും സ്ഥാപനങ്ങളും ഇവയുടെ ഏജന്റുമാരുടെ പരസ്പര ബന്ധിതമായ നിയമവിരുദ്ധമായ പെരുമാറ്റത്തിന്റെ ഒരു ചിത്രം അവതരിപ്പിച്ചു എന്ന് പ്രസ്താവിച്ചു. പ്രത്യേകിച്ച് MH17 വിമാന ദുരന്തത്തെക്കുറിച്ച് റഷ്യ ശരിയായി അന്വേഷിക്കുന്നില്ലെന്നും അന്താരാഷ്ട്ര വിവരശേഖരണ അഭ്യർത്ഥനകളുമായി സഹകരിച്ചില്ലെന്നും അതിജീവിച്ചവരുടെ കുടുംബങ്ങൾക്ക് നീതി തേടുന്നതിന് നിയമപരമായ ഒരു മാർഗവും നൽകിയില്ലെന്നും കോടതി കണ്ടെത്തി. കൂടാതെ ആക്രമണത്തിലെ റഷ്യയുടെ പങ്കാളിത്തം നിഷേധിക്കൽ ഇരകളുടെ ബന്ധുക്കൾക്ക് കൂടുതൽ വൈകാരിക ആഘാതം വരുത്തിയെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അന്തർ സംസ്ഥാന കേസുകളുടെ ഇടപെടലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നാണ് യുക്രൈനിന്റെ നീതിന്യായ മന്ത്രാലയം ഈ വിധിയെ വിശേഷിപ്പിച്ചത്. എന്നിരുന്നാലും കോടതി വിധിയുടെ പ്രായോഗിക സ്വാധീനം ഇപ്പോഴും പ്രതീകാത്മകമായി തുടരുകയാണ്. കാരണം 2022 കൗൺസിൽ ഓഫ് യൂറോപ്പിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനെ തുടർന്ന് 2023 റഷ്യ ഔദ്യോഗികമായി ECHRന്റെ അധികാര പരിധിയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിധിയെ റഷ്യ വിലവയ്ക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ വിധി അസാധുവായി കണക്കാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് കോടതിയുടെ അധികാരം നിരസിച്ചു. റഷ്യയുടെ മേൽ ECHRന് ഒരു നിർവഹണ സംവിധാനവും ഇല്ല എങ്കിലും നാശനഷ്ടങ്ങളുടെയും നഷ്ടപരിഹാരത്തിന്റെയും കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. റഷ്യ തന്ത്രപരമായി നടത്തിയ ക്രൂരതയുടെ പിന്നാമ്പുറ കഥ ഇങ്ങനെയാണ്. MH17 യുക്രൈനിയൻ റഷ്യൻ എയർ ട്രാഫിക് കൺട്രോളും തമ്മിലുള്ള ആശയവിനിമയം 13:20 UTC വരെ പതിവായി തുടർന്നു. ഏകദേശം 13:26 UTCക്ക് റഡാർ സ്ക്രീനുകളിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമായി. അപ്രത്യക്ഷമാകും മുമ്പ് ഒരു അപകട സിഗ്നലും ലഭിച്ചിരുന്നില്ല, അയച്ചിരുന്നില്ല. ആകാശത്തൊരു സ്ഫോടനം കണ്ടതായി ദൃക്സാക്ഷികൾ റിപ്പോർട്ട് ചെയ്തു. റഷ്യൻ അനുകൂല വിഘടനവാദി സേനയുടെ കൈവശമുള്ള ഡൊണറ്റ്സ്ക് ഒബ്ലാറ്റ്സിലെ ഹ്രാബോവ് ഗ്രാമത്തിനടുത്തുള്ള ഒരു വലിയ പ്രദേശത്ത് അവശിഷ്ടങ്ങൾ വ്യാപിച്ചു കിടന്നു. കൃഷിയിടങ്ങളിലും പാർപ്പിട മേഖലകളിലും മറ്റുമായി ഫ്യൂസലേജ്, കോക്പിറ്റ്, മറ്റ് ഘടകങ്ങൾ എന്നിവ ഏകദേശം 50 ചതുരശ്ര കിലോമീറ്ററിൽ ചിതറിക്കിടക്കുകയായിരുന്നു. രക്ഷാപ്രവർത്തകർ സംഭവസ്ഥലത്ത് വേഗത്തിലെത്തി. പക്ഷേ വിഘടനവാദികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശമായതിനാൽ പ്രദേശത്തേക്കുള്ള പ്രവേശനം വൈകി. വിമാനത്തിന്റെ വോയിസ്, ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡുകൾ ഒടുവിൽ മലേഷ്യൻ അധികാരികൾക്ക് കൈമാറിയെങ്കിലും ഡച്ച് പ്രതിരോധ മന്ത്രാലയം സംഘടിപ്പിച്ച അന്വേഷണ സംഘത്തിന് ദുരന്തം നടന്ന് മാസങ്ങൾക്ക് ശേഷം നവംബറിൽ മാത്രമേ അപകട സ്ഥലത്തെത്താൻ കഴിഞ്ഞുള്ളൂ. വിശദമായ വിശകലനത്തിന് ശേഷം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ, പൈലറ്റിന്റെ പിഴവ്, ആന്തരിക സ്ഫോടനങ്ങൾ അല്ലെങ്കിൽ മെക്കാനിക്കൽ തകരാറുകൾ എന്നിവ അന്വേഷകർ തള്ളിക്കളഞ്ഞു. പകരം വിമാനത്തിന്റെ ഫ്യൂസലേജിന്റെ ഫോറൻസിക് പുനർനിർമ്മാണവും രേഖപ്പെടുത്തിയ ഡേറ്റയും ഷ്രാപ്നൽ പാറ്റേണുകളുടെയും വിശകലനവും സൂചിപ്പിക്കുന്നത് നേരിട്ട് സ്പർശിക്കാതെ ലക്ഷ്യത്തിനടുത്ത് പൊട്ടിത്തെറിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ബുക്ക് ഉപരിതല വായു മിസൈൽ സംവിധാനത്തിൽ നിന്നുള്ള ഒരു വാർഹെഡ് ജെറ്റിൽ പതിച്ചുവെന്നായിരുന്നു. കോക്പിറ്റിൽ നിന്നും വെറും 1 അടി അകലെയാണ് മിസൈൽ പൊട്ടിത്തെറിച്ചത്. പൈലറ്റുമാർ തൽക്ഷണം മരിച്ചു. ഫ്യൂസലേജിന്റെ മുൻഭാഗം വിമാനത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ നിന്ന് വേർപെട്ടു. അതേസമയം ചിറകുകളും പാസഞ്ചർ ക്യാബിനും ഉൾപ്പെടെയുള്ള ശേഷിക്കുന്ന ഭാഗങ്ങൾ വായുവിൽ കുറച്ചുനേരം തങ്ങി നിന്നു. പിന്നീട് ഛിന്നഭിന്നമായി നിലത്ത് വീണു. അപകടത്തിന് തൊട്ടു പിന്നാലെ ഒരു വിമാനം അബദ്ധത്തിൽ വെടിവെച്ചിട്ടതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതായി തോന്നിക്കുന്ന റഷ്യൻ അനുകൂല തീവ്രവാദികൾ തമ്മിലുള്ള ആശയവിനിമയങ്ങൾ ഉൾക്കൊള്ളുന്ന ഓഡിയോ റെക്കോർഡിംഗുകൾ യുക്രൈൻ സർക്കാർ പുറത്തുവിട്ടു.
തുടക്കത്തിൽ വിഘടനവാദികളും റഷ്യൻ അധികാരികളും ഉത്തരവാദിത്തം നിഷേധിക്കുകയും ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ മുതൽ യുക്രൈനിയൻ സൈന്യം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന അവകാശവാദങ്ങൾ വരെ വ്യത്യസ്തമായ വിശദീകരണങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് വിഘടനവാദി പോരാളികൾ അവശിഷ്ടങ്ങൾക്കിടയിൽ നടക്കുന്നതും ഒരു സിവിലിയൻ വിമാനത്തിൽ ഇടിച്ചതിൽ ആശ്ചര്യം പ്രകടിപ്പിക്കുന്നതും കാണിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു. സാങ്കേതിക കണ്ടെത്തലുകൾക്കൊപ്പം ഈ ദൃശ്യങ്ങളും ഡച്ച് നേതൃത്വത്തിലുള്ള ജോയിന്റ് ഇൻവെസ്റ്റിഗേഷൻ ടീം JITയെ കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണം നടത്താൻ പ്രേരിപ്പിച്ചു. 2016 സെപ്റ്റംബറിൽ MH17 ആക്രമിച്ച മിസൈൽ റഷ്യൻ പിന്തുണയുള്ള വിഘടനവാദികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് നിന്ന് ഒരു ബുക്ക് ലോഞ്ചർ ഉപയോഗിച്ച് വിക്ഷേപിക്കപ്പെട്ടതാണെന്നും ഈ ബുക്ക് ലോഞ്ചർ റഷ്യൻ ഫെഡറേഷനിൽ നിന്ന് കൊണ്ടുവന്ന അതേ ദിവസം തന്നെ തിരിച്ചയച്ചെന്നും JIT കണ്ടെത്തി. JITയുടെ അഭിപ്രായത്തിൽ റഷ്യൻ സൈന്യത്തിന്റെ 53ാമത് ആന്റി എയർക്രാഫ്റ്റ് മിസൈൽ ബ്രിഗേഡിൽ നിന്നാണ് മിസൈൽ സംവിധാനം ഉത്ഭവിച്ചത്. ഉപഗ്രഹ ചിത്രങ്ങൾ, ഫോറൻസിക് പുനർനിർമ്മാണങ്ങൾ, ദൃക്സാക്ഷികൾ, ലഭിച്ച ആശയവിനിമയങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള തെളിവുകൾ റഷ്യയെ ഉത്തരവാദിയാണെന്ന സൂചന നൽകി. 2019 MH17 വിമാനം തകർത്തതിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിന് ഡച്ച് പ്രോസിക്യൂട്ടർമാർ 4 പേർക്കെതിരെ 3 റഷ്യൻ പൗരന്മാരും 1 യുക്രൈനുകാരനും കുറ്റം ചുമത്തി. ഈ റഷ്യൻ പൗരന്മാരിൽ റഷ്യയുടെ ഫെഡറൽ സെക്യൂരിറ്റി സർവീസിന്റെ മുൻ കേണലായ ഇഗോർ ഗിർക്കിനും ഉൾപ്പെട്ടു. അക്കാലത്ത് ഡൊണറ്റ്സ്കിലെ വിഘടനവാദ സൈനിക പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നു. ട്രെൽക്കോവ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഗിർക്കിൻ ആക്രമണം നടന്ന ആഴ്ചകൾക്കുള്ളിൽ തന്നെ യുക്രൈനിൽ നിന്ന് റഷ്യയിലേക്ക് കടന്നുകളഞ്ഞു. റഷ്യയാണ് മിസൈൽ ലോഞ്ചർ നൽകിയതിന് തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് ഡച്ച് അന്വേഷണ സംഘം പ്രസ്താവിച്ചു. കൈമാറുന്നതിലെ ബുദ്ധിമുട്ട് കാരണം വിചാരണകൾ ഇവരുടെ അസാന്നിധ്യത്തിലായിരുന്നു നടന്നത്. 2022 നവംബറിൽ ഗിർക്കിനും മറ്റു 2 പേർക്കും നേരെ കൊലപാതക കുറ്റം ചുമത്തിയ ഒരു ഡച്ച് കോടതി റഷ്യയിൽ നിന്ന് വിതരണം ചെയ്ത ഉപകരണങ്ങൾ ഉപയോഗിച്ച് റഷ്യൻ നേതൃത്വത്തിലുള്ള സൈനികർ മിസൈൽ വിക്ഷേപിച്ചതാണെന്ന് നിഗമനം ചെയ്തു. വിശാലമായ റഷ്യൻ യുക്രൈനിയൻ സംഘർഷത്തിന്റെ ഭാഗമായ ഡോൺബാസ് യുദ്ധത്തിന്റെ ഏറ്റവും സജീവമായ ഘട്ടങ്ങളിൽ ഒന്നിനിടയിലാണ് MH17 നാശം സംഭവിച്ചത്. യുക്രൈനിലെ റെവല്യൂഷൻ ഓഫ് ഡിഗ്നിറ്റിക്കും 2014 മാർച്ചിൽ റഷ്യ ക്രിമിയ പിടിച്ചടക്കിയതിനും ശേഷം കിഴക്കൻ പ്രദേശങ്ങളായ ഡൊണറ്റ്സ്ക്, ലുഹാൻസ്ക് എന്നിവിടങ്ങളിലേക്ക് അശാന്തി വ്യാപിച്ചു. മൊത്തത്തിൽ ഇത് ഡോൺബാസ് യുദ്ധം എന്നറിയപ്പെട്ടു. 2014 ഏപ്രിൽ 12 ഇഗോർ ഗിർക്കിന്റെ നേതൃത്വത്തിലുള്ള ഒരു അർദ്ധ സൈനിക സംഘം സ്ലോവിയൻസ്ക് പട്ടണവും മറ്റ് തന്ത്രപ്രധാന സ്ഥലങ്ങളും പിടിച്ചെടുത്തു. മോസ്കോയുടെ പിന്തുണയോടെ വിഘടനവാദികൾ ഡൊണറ്റ്സ്ക് പീപ്പിൾസ് റിപ്പബ്ലിക് DPR, ലുഹാൻസ്ക് പീപ്പിൾസ് റിപ്പബ്ലിക് LPR എന്നിവയുടെ രൂപീകരണവും പ്രഖ്യാപിച്ചു. സൈന്യത്തെ വിന്യസിച്ചിട്ടില്ലെന്ന് റഷ്യ ആദ്യം നിഷേധിച്ചുവെങ്കിലും പിന്നീട് പല വിഘടനവാദി പോരാളികളും റഷ്യൻ വെറ്ററന്മാരാണെന്ന് സമ്മതിച്ചു. ആന്റി ടെററിസ്റ്റ് ഓപ്പറേഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സൈനിക നടപടി ആരംഭിച്ചുകൊണ്ട് യുക്രൈൻ പ്രതികരിച്ചു. 2014 മധ്യത്തോടെ യുക്രൈനിയൻ സൈന്യം ഗണ്യമായ പ്രദേശങ്ങൾ തിരിച്ചുപിടിച്ചു. എന്നാൽ മോസ്കോ രഹസ്യമായി ടാങ്കുകൾ, പീരങ്കികൾ, സൈനികർ എന്നിവ അയച്ചുകൊണ്ട് സംഘർഷം വഷളാക്കി. പിന്നാലെ വിഘടനവാദികൾക്ക് നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ റഷ്യ വീണ്ടെടുത്തു. 2014 ഓഗസ്റ്റിൽ MH17 വെടിവെച്ചിട്ട് ആഴ്ചകൾക്ക് ശേഷം റഷ്യ അതിന്റെ ഇടപെടൽ വർദ്ധിപ്പിച്ചു. ഫലത്തിൽ പ്രാദേശിക കലാപത്തെ ഒരു നിഴൽ യുദ്ധമാക്കി മാറ്റി. 2014 അവസാനത്തിലും 2015 തുടക്കത്തിലും ഒപ്പുവെച്ച മിൻസ്ക് 1-2 വെടിനിർത്തൽ കരാറുകൾ ശാശ്വത സമാധാനം കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടു. ഇടയ്ക്കിടെയുള്ള പോരാട്ടങ്ങൾ, പീരങ്കി ആക്രമണങ്ങൾ, ട്രെഞ്ച് യുദ്ധം എന്നിവ വർഷങ്ങളോളം തുടർന്നു. ഇനി റഷ്യയിൽ നിന്ന് സൈനിക യൂണിഫോമിൽ 30,000-ലധികം വ്യക്തികൾ സൈനിക ഹാർഡ്വെയറിന്റെ അടയാളപ്പെടുത്താത്ത വാഹന വ്യൂഹങ്ങൾക്കൊപ്പം യുക്രൈനിലേക്ക് കടന്നതായി ഓർഗനൈസേഷൻ ഫോർ സെക്യൂരിറ്റി ആൻഡ് കോഓപ്പറേഷൻ ഇൻ യൂറോപ്പ് OSCE നിരീക്ഷകർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2022 ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈനിൽ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചപ്പോഴേക്കും ഡോൺബാസ് യുദ്ധം ഏകദേശം 3400 സാധാരണക്കാർ ഉൾപ്പെടെ ഏകദേശം 14,000 ജീവൻ അപഹരിച്ചിരുന്നു. സംഘർഷം കാരണം 20 ദശലക്ഷത്തിലധികം ആളുകൾ ഈ മേഖലയിൽ നിന്ന് പലായനം ചെയ്തിരുന്നു. MH17 ദുരന്തം അതിന്റെ അന്താരാഷ്ട്ര പ്രൊഫൈലിന് മാത്രമല്ല, ഡോൺബാസിലെ പ്രാദേശികവൽക്കരിച്ച യുദ്ധം ആഗോളതലത്തിൽ എങ്ങനെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി എന്നതിന്റെ പ്രതീകമായും വേറിട്ട് നിൽക്കുന്നു. നിയമപരമായ വിധികളും അന്താരാഷ്ട്ര പ്രതിഷേധങ്ങളും വൻതോതിലുള്ള തെളിവുകളും ഉണ്ടായിട്ടും MH17 വിമാനം തകർത്തതിന്റെ ഉത്തരവാദിത്തം റഷ്യ നിഷേധിക്കുന്നത് ഇന്നും തുടരുകയാണ്.